ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജെയ്നാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടന്റെ റെസിപ്പിയാണ് കേട്ടാ. മട്ടൻ പെപ്പർ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഒരു പെപ്പർ മട്ടൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? മട്ടൻ ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് ഉപ്പിട്ട് വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്തെടുത്ത മട്ടനാണ് കേട്ടോ. അതിലേക്ക് നമുക്കിനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കൂടുതൽ വേണ്ട കേട്ടാ, കാരണം നമ്മൾ ഇതില് കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. പെപ്പർ റോസ്റ്റ് ആണല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക, കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ഞാനിവിടെ മല്ലിപ്പൊടി ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ആ റോസ്റ്റ് ചെയ്ത മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുരുമുളക് പൊടി, പെപ്പറാണല്ലോ, പെപ്പർ മട്ടൻ റോസ്റ്റ് ആണല്ലോ, അപ്പൊ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടാ, നാടൻ കറിയല്ലേ, അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ, മട്ടൻ്റെ അകത്ത് ഓൾറെഡി ഓയിൽ ഉണ്ടാവും, എന്നാലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മട്ടന് നല്ല വേവുണ്ടല്ലോ, അപ്പൊ ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു 4-5 വിസില് അടുപ്പിച്ചിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ആക്കി എടുക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് കുക്കർ എടുക്കാം. ഇത് ഞാനിവിടെ കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടിയ മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വരെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മട്ടൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാവും, എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ചധികം വിസിൽ വേണ്ടുന്നല്ലേ. എൻ്റെ കയ്യിലുള്ള കുക്കറാണെങ്കിൽ സ്റ്റീലിന്റെ കുക്കറുമാണ്. അടിഭാഗം കരിഞ്ഞു പോയെങ്കിൽ പണി കിട്ടൂലേ. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ മട്ടന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി ഇട്ടിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച മട്ടൻ ഒരു 6 വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് റോസ്റ്റ് ആക്കണം അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായി വരുന്നുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വിഭവം ആകുമ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് കേട്ടാ നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കേട്ടാ, കുറച്ച് മതി. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക, സവാള. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം സവാള വേണ്ട. ഞാൻ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ കറിക്കെല്ലാം നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ സവാളയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുള്ളി മാത്രം ഇട്ടിട്ടും ചെയ്യാം കേട്ടോ.
ഞാൻ രണ്ടും പകുതി പകുതിയായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സവാള ഇതാ ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഉള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായി വഴറ്റി കൊടുക്കുക. അതിന്റെ ഒരു പച്ച മണെല്ലാം മാറുന്നവരെ കേട്ടോ. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിന്റെയും ഇഞ്ചിന്റെയും എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, നമ്മൾ നേരത്തെ മട്ടൺ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിന്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാര്യമായിട്ട് വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം മട്ടണിൽ ഓൾറെഡി വേവിക്കുന്ന നമ്മൾ ഉപ്പിട്ട് കൊടുത്തിന്. ഈ ഒരു സ്പൂൺ വരെ മീറ്റ് മസാല, ഇത്രയും പൊടികൾ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ സിമ്മിലിട്ട് കൊടുക്കണേ. നമ്മൾ പൊടികൾ ഇട്ടിട്ട് വഴറ്റി അതിന്റെ പച്ചമണെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി കേട്ടാ, ഞാൻ എടുത്ത ആ മട്ടന് കണക്കായിട്ടുള്ള ഒരു തക്കാളി. നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയേട്ടാ. അപ്പം മട്ടൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മട്ടൻ ഈ വഴറ്റിയ തക്കാളി കൂട്ടിലേക്ക്, ഉള്ളിയും തക്കാളിൻ്റെയും കൂട്ടില്ലേ റോസ്റ്റ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചു കൊടുക്കുക. നമ്മൾ മട്ടൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇനി വെള്ളം വറ്റി വരണം കേട്ടോ. നിങ്ങൾക്കിപ്പം ഒരു കറി പോലെയോ വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് കറിയായിട്ട് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ റോസ്റ്റ് പോലെ എടുക്കുന്നത് കൊണ്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്കിത് വെള്ളം വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ കുറച്ച് ഇടലുണ്ട്. അപ്പൊ അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കും. ഇത് നമ്മൾ മട്ടൻ റോസ്റ്റ് വെള്ളമെല്ലാം വറ്റി നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കട്ടോ. നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നവർക്ക് ഡ്രൈ ആക്കി എടുക്കാം, അല്ലാത്തവർക്ക് ഒരു സെമി ഗ്രേവി പോലെ എടുക്കാം. ഞാനിവിടെ ഒരു സെമി ഗ്രേവി പോലെയാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ റോസ്റ്റ് നെയ്ച്ചോറിന്റെ കൂടിയായാലും പൊറോട്ടന്റെ കൂടിയായാലും അപ്പത്തിന്റെ കൂടിയായാലും എന്തിന്റെ കൂടെയായാലും കഴിക്കാം കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? നമ്മള് ഉപ്പ് എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടാ, ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.